5 മിനിറ്റ് കൊണ്ട് സോപ്പ് പൊടിയോ മറ്റ് ലിക്വിഡ്സോ ഷാമ്പുവോ അതൊന്നും ഉപയോഗിക്കാതെ ഈ ഒരു ചെരുപ്പ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ചെരുപ്പ് ഇത്രയും വൃത്തികേടായി പോയാൽ ചില സമയങ്ങളിൽ അത് കഴുകിയെടുക്കാൻ നമുക്ക് വല്ലാത്തൊരു മടി വരും അല്ലേ? ഇനി ആരും മടിച്ചിരിക്കണ്ട കേട്ടോ. ആ മടി മാറാനുള്ള നല്ലൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, അത്യാവശ്യം നല്ലോണം ചളി പിടിച്ചൊരു ചെരുപ്പാണ് ഇത്. ക്രോക്സ് ആണ് കേട്ടോ. ക്രോക്സിൻ്റെ വേറൊരു ടൈപ്പാണ്. അതുകൊണ്ട് വേഗം ചളി പിടിക്കുകയും ചെയ്യും. പെട്ടെന്നൊന്നും നമ്മൾ കഴുകിയാൽ അങ്ങനെ വൃത്തിയാവുകയില്ല കേട്ടോ. പിന്നെ ഉൾഭാഗമൊക്കെ കണ്ടില്ലേ, ഉൾഭാഗം ആ മടക്കിലൊക്കെ നന്നായിട്ട് ചളി പിടിക്കും. ചെരുപ്പ് വാങ്ങുന്ന സമയത്ത് ഞാൻ ആവുന്നതും പറഞ്ഞതാണ് കേട്ടോ, ഈ ഒരു ചപ്പൽ വാങ്ങണ്ട എന്നുള്ളത്. മറ്റൊന്നും കൊണ്ടല്ല, അതിൻ്റെ കളർ തന്നെയാണ് പ്രശ്നം. ഇങ്ങനത്തെ കളറുള്ള ചെരുപ്പുകളും നമ്മൾ നന്നായിട്ട് വൃത്തിയിൽ തന്നെ കൊണ്ട് നടക്കണം. കഴുകിയില്ലെങ്കിൽ ആളുകൾ പെട്ടെന്ന് തിരിച്ചറിയും അല്ലേ ഇത് വാഷ് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഈ ചളി പിടിച്ച് കിടക്കുന്ന ചെരുപ്പ് നമ്മളൊരു ഫംഗ്ഷന് അല്ലെങ്കിൽ ആളുകളുടെ ഇടയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാൽമേലിട്ടിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഊരിയൊക്കെ ഇടുന്ന സമയത്ത് കണ്ടില്ല, മടക്കുകളിലൊക്കെ നന്നായിട്ട് ചളി പിടിച്ച് കിടക്കുന്നുണ്ട് അല്ലേ? എന്ത് വൃത്തികേടാണ് കാണാൻ. പക്ഷേ ഇപ്പം എനിക്ക് ഈ കളറ് ചപ്പൽ വാങ്ങാൻ ഒരു പ്രശ്നമില്ല കേട്ടോ. കാരണം എന്താണെന്നല്ലേ, ഇവനാണ് നമ്മുടെ താരം. നിങ്ങൾ വിചാരിക്കും സോപ്പ് പൊടിയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇതെന്താണ് കാണിക്കുന്നതെന്ന് അല്ലേ? ഇത് സോപ്പ് പൊടിയല്ല കേട്ടോ, ഇതാണ് സബീന പൗഡർ. നമ്മൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പൊടി ഉണ്ടല്ലോ, പാക്കറ്റിൽ കിട്ടുന്ന 16 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ആ ഒരു പൊടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് ചെരുപ്പ് നന്നായിട്ട് നനച്ച് കൊടുക്കുക. എന്നിട്ട് ഈ സബീന പൗഡർ നമുക്കൊരു സ്പൂണ് പൊടി മതി കേട്ടോ ഈ ഒരു ചെരുപ്പ് തേച്ച് കഴുകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വിചാരിക്കും പാത്രം കഴുകുന്ന സബീന പൗഡർ വെച്ചിട്ട് ചെരുപ്പ് കഴുകിയാൽ എന്തെങ്കിലും പ്രശ്നം വരുന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ചെരുപ്പ് നന്നായിട്ട് ക്ലീൻ ആവും. അതുപോലെ ചെരുപ്പിൻ്റെ കളറോ അല്ലെങ്കിൽ ചെരുപ്പിന് ഡാമേജ് വരുമോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സബീന പൗഡർ വെച്ചിട്ട്. അതായത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് വിലപിടിപ്പുള്ള ലിക്വിഡുകൾ അല്ലെങ്കിൽ സോപ്പ് പൊടിയൊക്കെ ഉപയോഗിച്ച് ചെരുപ്പ് തേച്ച് കഴുകുന്നതിലും എനിക്ക് കുറച്ചും കൂടി ഒരു നല്ലതായിട്ട് ഒരു റിസൾട്ട് കിട്ടിയത് സബീന പൗഡർ വെച്ചിട്ട് ക്ലീൻ ചെയ്തപ്പോഴാണ് കേട്ടോ. ഇതാവുമ്പം ഒരുപാട് വെള്ളം ഉപയോഗിക്കരുത്. ഒരുപാട് വെള്ളം ഉപയോഗിക്കാതെ ബ്രഷ് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് തേച്ചരച്ച് കഴുകുക. അതുപോലെ ഒരുപാട് ഭാരം കൊടുക്കണ്ട കേട്ടോ. നമ്മൾ ഒരുപാട് ഊങ്ങി കാഞ്ഞിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് തേച്ച് കഴുകേണ്ട ഒരു ആവശ്യമില്ല. മെല്ലെ ചെയ്താൽ മതി, നന്നായിട്ട് പോവുകയും ചെയ്യും. പിന്നെ വെള്ളം ഓവർ പാടില്ല കേട്ടോ. കണ്ടോ, നന്നായിട്ട് കളറ് വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തോന്നും ചെരുപ്പ് അതിന് ആ ഒരു പൊടിക്ക് ഒരാണ്. നമുക്ക് തോന്നും ചെരുപ്പ് ഡാമേജ് ആയാലോ എന്നൊക്കെ തോന്നും. അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാനിപ്പോൾ സ്ഥിരം എല്ലാ ചെരുപ്പും നമ്മൾ വീട്ടിൽ നിന്ന് ഇടുന്നതായിക്കോട്ടെ ഫംഗ്ഷൻ ഇടുന്നതായിക്കോട്ടെ എല്ലാ ചെരുപ്പുകളും ഞാൻ ഈ ഒരു പൊടി വെച്ചിട്ടാണ് കഴുകാറ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, അലർജി. ചില ആളുകൾക്കില്ലേ ഈ സോപ്പ് പൊടി അതുപോലെ നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് പല ടൈപ്പിലുള്ള ഡിറ്റർജൻറ്റുകൾ അതുപോലെ ലിക്വിഡ്സൊക്കെ വാങ്ങാൻ കിട്ടുമല്ലേ, അതൊക്കെ അലർജി ഉള്ള ആൾക്കാരുണ്ടാവും. അതായത് അവരുടെ ഉള്ളംകൈയിലെ തോലിങ്ങനെ പൊളിഞ്ഞു വരും. പക്ഷേ ഈ ഒരു പൊടിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇത് ആർക്കും ഉപയോഗിക്കാം. അങ്ങനത്തെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതാണ് ഈ ഒരു പൊടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. സബീന പൊടി വാങ്ങാൻ ഒരുപാട് പൈസയൊന്നും വേണ്ട കേട്ടോ. 16 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പാക്ക് സബീന പൊടി വാങ്ങാൻ കഴിയും. ആ ഒരു പാക്ക് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ചെരുപ്പുകൾ കഴുകാം, അതുപോലെ പാത്രങ്ങൾ കഴുകാം, സിങ്ക് കഴുകാം, എല്ലാം ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് വെളുത്തിട്ടുണ്ട് ചെരുപ്പ്. നമുക്ക് തോന്നും ഈ ഒരു പൊടി ഇട്ടാൽ ചെരുപ്പൊക്കെ ക്ലീൻ ആവുമോ എന്ന് തോന്നും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ കമൻറ്റും ചെയ്യണേ. പിന്നെ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ചെരുപ്പ് ക്ലീൻ ചെയ്യാറ് എന്നുള്ളത് ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. ഇനി ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സോപ്പും പൊടി ഉപയോഗിക്കാതെ വേറെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഉപകാരപ്രദമായിക്കോട്ടെ അല്ലേ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ചെരുപ്പ് സുന്ദര കുട്ടപ്പന്മാരായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് കളറ് വെച്ചിട്ടുണ്ട് കേട്ടോ.